നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഈ മതവിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനായിട്ട് ഒരുപാട് ചിദ്രശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഒരു ചിദ്രശക്തികളുടെ പ്രവർത്തനം മൂലം ഒരു സംസ്ഥാനം ആകെ നശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ആ സംസ്ഥാനത്ത് ഒരിക്കലും സമാധാനം പുനഃസ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. അവർ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഒരു നാടാണ് മണിപ്പൂർ. രണ്ട് വിഭാഗങ്ങൾ, അവിടെ മെയ്തി വിഭാഗവും കുക്കി സമുദായ വിഭാഗവും ഒരുപോലെ വളരെ സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന ആളാണ്. അവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇതിനെ തമ്മിലങ്ങ് അടുപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം റെഡിയാവുമല്ലോ, ഇനി അത് ഒരിക്കലും പൊങ്ങി വരത്തില്ലല്ലോ. അങ്ങനെ ഈ കുക്കി സമുദായത്തെയും ഈ മെയ്തി വിഭാഗത്തെയായിട്ട് അകറ്റാനായിട്ടുള്ള പണികൾ കൊണ്ട് തുടങ്ങി. പണികളത് ഏറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊലപാതകങ്ങളാണ്. ഏതാണ്ട് 350 പള്ളികളാണ്, ക്രിസ്ത്യൻ പള്ളികളാണ്, ഈ കുക്കി വിഭാഗത്തിൻ്റെ പള്ളികളാണ് മെയ്തികൾ തകർത്തത്. അവരൊന്നും പണ്ടങ്ങനെ ചെയ്തില്ലായിരുന്നു. ഈ പള്ളികളെല്ലാം അവിടെ തന്നെ ഉയർന്നു നിന്നതല്ലേ, ആരും ഒന്നും ചെയ്തില്ലായിരുന്നല്ലോ. പക്ഷേ ഈ വൈരാഗ്യം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് തുടങ്ങി കൊലപാതകങ്ങൾ. എത്രയോ നൂറുകണക്കിന് ആളുകളല്ലേ അവിടെ കൊല്ലപ്പെട്ടത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ രസം എന്താ, അതിനകത്ത് ഈ കുക്കി വിഭാഗക്കാരെന്ന് പറയുന്നവർ അവർ മലനിരകളിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. കാട്ടിനകത്താണ് താമസിക്കുന്നത്. അവർക്ക് ഇംഫാലിലെങ്ങും ഇറങ്ങാൻ ഒക്കത്തില്ല, അവർക്ക് നഗരപ്രാന്തങ്ങളിലേക്ക് വരാൻ ഒക്കത്തില്ല. കാരണം അവിടെ മറ്റേ വിഭാഗക്കാരാണ് കൂടുതലുള്ളത്. എന്നിട്ട് അവസാനം ഇപ്പോൾ അവിടുന്ന് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു. അതായത് പിരിച്ചുവിട്ടതല്ല, അവിടുത്തെ ബീരേൻ സിംഗ് രാജിവെച്ചു. അതോടുകൂടി പിന്നെ പ്രസിഡന്റ് ഭരണം അങ്ങ് ഏർപ്പെടുത്തി. എന്നിട്ട് വല്ല വ്യത്യാസമുണ്ടോ? ഇപ്പോൾ കുക്കി സമുദായത്തിലെ ആളുകൾ അവർ റോഡ് ഉപരോധിക്കുകയാണ്, വനിതകൾ എല്ലാം. എന്ത് ചെയ്യാൻ പറ്റും? ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ പോയി ഇനി അവിടെ എപ്പോഴെങ്കിലും ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മാനസികമായിട്ട് ഇത്രത്തോളം അകന്നു പോയ ആളുകൾ പരസ്പരം ബലാത്സംഗമാണ്, പരസ്പരം കൊലപാതകമാണ്, ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ഇനി എന്തെങ്കിലും അടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? മാനസികമായിട്ട് അകന്നു പോയ ആളുകൾ ഇനി അത് അടുപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചിലപ്പോൾ നൂറ്റാണ്ടുകൾ വേണ്ടി വരും അതിന് ആ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ ആകരുത്, അതായിരിക്കരുത് നമ്മുടെ ഭരണം, ഇതായിരിക്കരുത് ജനാധിപത്യം, ഇതല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോന്നും പുതിയത് കാണുന്നു. ഇവിടെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം അവിടെ രാമജന്മഭൂമിയായിട്ട് വന്നു, അവിടെ രാമക്ഷേത്രം പണിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു, അതെല്ലാം തീർന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മുതൽ പല പള്ളികളുടെയും അടിത്തട്ടിൽ അതുപോലെ തന്നെ ഹൗസിൻ്റെ അടിയിലും ഒക്കെയാണ് വിഗ്രഹങ്ങളുണ്ടോ എന്ന് തപ്പിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളതായി അവസാനം അത് തപ്പേണ്ടതില്ല, അവിടെ നിന്ന് ഒരൊറ്റ പള്ളിയുടെയും അടിയിൽ വിഗ്രഹം ഇനി തപ്പേണ്ടതില്ല എന്ന് സർസംഘചാലക് RSSൻ്റെ ശ്രീ മോഹൻ ഭാഗവത് പറയുകയും ചെയ്തതാണ്. എന്നിട്ട് നിർത്തുമോ? ഇല്ല, പലതും ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി അവസാനം കർശനമായിട്ട് ഇടപെട്ടു. കാരണം ഇങ്ങനെയുള്ളതിനൊന്നും ഒരൊറ്റ കേസ്, സിവിൽ കേസ് എന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അതിൽ ഉൾപ്പെടുത്തും. ഇവന്മാർ വന്ന് സർവേ നടത്തുകയാണ്, പോയി സർവേയേഴ്സ് അങ്ങ് കണ്ടുപിടിക്കും. അതിനകത്ത് അതുണ്ട്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അത് നടത്തും. അപ്പോൾ അത് മേലാൽ ഒരൊറ്റ കേസ് ഇതിനെ സംബന്ധിച്ച് എടുക്കരുത്, കേസ് നമ്പർ ചെയ്യാൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള അന്ത്യശാസനം സുപ്രീം കോടതി കൊടുത്തതുകൊണ്ട് ബാക്കിയുള്ള പള്ളികളൊക്കെ അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഇല്ലെങ്കിൽ അതെല്ലാം ഇടിച്ചു പൊളിക്കപ്പെടും. കാരണം ഇതിൻ്റെ എല്ലാം അവിടെ എല്ലാം പണ്ട് അമ്പലം ഉണ്ടായിരുന്നു. പണ്ട് ശരിയായിരിക്കുന്നേ, അവിടെയൊക്കെ അമ്പലമൊക്കെ കാണും. പക്ഷെ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് അതുപോലെ എങ്ങനെയോ ആയിക്കോട്ടെ, അന്ന് വരെ ഇപ്പോൾ ആരുടെ വകയാണോ, ഏതാണോ, ആരുടെ കൈവശമാണോ അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള നിയമമാണല്ലോ നമ്മുടെ രാജ്യത്തുള്ളത്. പക്ഷെ അത് നടക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഇപ്പോൾ അവസാനമായിട്ട് വന്നേക്കുന്നത് എന്തെന്നറിയോ? ഉദയരാജ ഭോസ്ലെ എന്ന് പറയുന്ന ഛത്രപതി ശിവജിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുടർച്ചക്കാരൻ എന്ന് അവകാശപ്പെടുന്ന ഒരു MLA, അദ്ദേഹം ഇവിടെ ഈ മഹാരാഷ്ട്ര അവിടുത്തെ അസംബ്ലിയിൽ ഒരു കാര്യം ഉന്നയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔറംഗാബാദ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും അറിയത്തില്ല, അവിടെ സംഭാജി നഗർ എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര്. കാരണം ഈ പേരൊക്കെ ഔറംഗാബാദ് നായിക വലിയ പ്രശ്നമല്ലേ, ഔറംഗാബാദ്. അതേപോലെ കൊള്ളാവുന്ന കുറേ പേരുകളുണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ഓരോന്നിട്ടു. അത് കണ്ടുകൊണ്ട് ഇവിടുത്തെ ഒരു നേതാവ് പോലും നമുക്ക് വയനാടിന്, അതായത് സുൽത്താൻ ബത്തേരിക്ക് ഒരു പുതിയ പേര് കൊടുത്തിട്ടുണ്ടോ, എന്തൊരു ശിവവട്ടം എന്നോ ഏതാണ്ടൊരു അത് ഏതാണ്ടൊരു പേര് കൊടുത്തു, അതെന്തോ ആവട്ടെ, ഗണപതി വട്ടം. ശിവല്ല, ഗണപതി വട്ടം. അതായത് ഇത് കണ്ടുകൊണ്ട്
ഇവിടുത്തെ ഒരു നേതാവ് പോലും നമ്മുടെ സുൽത്താൻ ബത്തേരി, അതിന് ഒരു സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ പേരാണ്. ആ പേര് മാറ്റിയിട്ട് അവിടെ അതിൻ്റെ പേരെന്ന് പറയുന്നത് ഗണപതി ഘട്ടമല്ലേ എന്ന് പറഞ്ഞ് ഇനി അത് ഇവിടെ അടി ഉണ്ടാക്കാനായിട്ട് നോക്കി. പക്ഷെ അത് അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി ഗണപതി വട്ടം അവിടെ അങ്ങ് താഴെ വെച്ചു. അപ്പോൾ ഒരു വട്ടവും വേണ്ട, അത് ആ രീതിയിലായി. പക്ഷേ ഈ ഔറംഗാബാദിൻ്റെ പേര് മാറ്റി സംഭാജി നഗർന്നാക്കി. ഇത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് നിൽക്കുന്നില്ല. ഈ ഉദയരാജയുടെ ആവശ്യം എന്ന് പറഞ്ഞത് ഈ ഔറംഗസീബിൻ്റെ ശവകുടീരം അവിടെ ഉണ്ട്, അത് മാറ്റണം. അത് മാറ്റാൻ വലിയ ബുദ്ധിമുട്ട്, ഒരുപാട് നിയമപരമായ തടസ്സങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അതൊക്കെ വേണം. അതിന് അനുകൂലമായിട്ട് പ്രതികരിച്ചേക്കാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്, അതായത് അവിടുത്തെ മുഖ്യമന്ത്രി, BJP മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനും ഈ അഭിപ്രായം തന്നെ, ഇത് മാറ്റണം. ഞാൻ ചോദിക്കട്ടെ, ഔറംഗസീബിനെ ശവകുടീരം അവിടെ നിന്ന് മാറ്റിയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ അവശതകളെല്ലാം ഇല്ലാതാകും? അതോ നമ്മുടെ നാട് വളരെയധികം ഉയരുമോ? ഇവിടുത്തെ GDP കുതിച്ചു കയറുമോ ഇത് മാറ്റിയതുകൊണ്ട്? ഇനി എനിക്കിതൊന്നുമില്ല ഇത് മാറ്റിയ കാരണം ഔറംഗസീബ് എന്ന് പറയുന്നത് ഒരു ആരാധ്യ പുരുഷനൊന്നും അല്ല. ആകെ ഒരു മുസ്ലിങ്ങളെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ഔറംഗസീബിനെയും ബാബറെയൊന്നും ആരാധിക്കുന്നവരല്ല. പക്ഷെ ഒരു ശവകുടീരം മാറ്റുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് നിയമപ്രശ്നങ്ങളുള്ള ഒരു കാര്യമാണ്, ഒന്നും എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഔറംഗസീബ് എന്ന് പറയുന്ന മനുഷ്യൻ ഇതിൻ്റെ എന്താ പ്രശ്നം എന്നറിയാം നോക്കുമ്പോൾ, അവിടെ ഈ ഔറംഗാബാദ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല, കാരണം കേസാവും. സംഭാജി എന്ന് ഇവിടെ ഈ സംഭാജി നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്താണ് അജന്ത എല്ലോറ ഗുഹകളുള്ളത്. അപ്പോൾ അവിടെ ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസാണ്, ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്, അജന്ത എല്ലോറ കാണാനായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുന്ന് ഏതാണ്ട് ഒരു 24 കിലോമീറ്റർ മാത്രം മാറി എന്തോ കുൽദീപ് ഏതാണ്ട് അങ്ങനെ പറയുന്ന ഒരു ജില്ലയിലാണ്, ഒരു സ്ഥലത്താണ് ഈ പറയുന്ന ശവകുടീരം ഉള്ളത്. ഇനി ഇതങ്ങ് മാറ്റി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും നന്മയുണ്ടാവും? എനിക്കറിയത്തില്ല. അവിടെ ഇനി ഇത് കാണാൻ ആരെങ്കിലും, ഈ ഔറംഗസീബിൻ്റെ ശവകുടീരം കാണാൻ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല. ഇനി ഏതായാലും ഈ ഔറംഗസീബ് എന്ന് പറയുന്ന മനുഷ്യൻ അതായത് ഒരു മുഗൾ ചക്രവർത്തിയായിരുന്നല്ലോ, അദ്ദേഹമാണ് ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരാൾ, തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മുഗൾ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ പിതാവിനെ പിടിച്ച് ജയിലിലിട്ടു എന്നായിരുന്നു ഒരാക്ഷേപം. ഷാജഹാൻ ചക്രവർത്തി എന്തിനാണ് ജയിലിലിട്ടത്? ജയിലല്ല, വീട്ടുതടങ്കലിലിട്ടു. ശരിയാണ്. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള ആ അനുരാഗം, അതായത് മരിച്ചതിന് ശേഷം പോലും അത് കണ്ടിന്യൂ ചെയ്യാണ്, ഭ്രാന്ത് മൂലം. ഭ്രാന്താണ് യഥാർത്ഥത്തിൽ, ഭ്രാന്താണ്, മാനസിക ഭ്രാന്തിയായിരുന്നു. അത് കാരണം എന്ത് ചെയ്തെന്നറിയോ, താജ്മഹൽ ഉണ്ടാക്കി. എത്രയോ കോടികളാണ് അതിന് തുലച്ചതെന്നറിയോ. പക്ഷേ അതിന്നും ഇന്ത്യക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് യഥാർത്ഥത്തിൽ അലഹബാദ് ഒന്നും ഇപ്പോൾ പറയാൻ ഒക്കെയല്ല, വേറെ സ്ഥലമൊക്കെയാണ്, അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു, ഇലാഹാബാദ് ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അവിടെ യഥാർത്ഥ അലഹബാദല്ല ആഗ്രയിൽ ഏറ്റവും, അതായത് ഇന്ന് ആ UP നിന്ന് പഠിക്കുന്ന പോലും ഇവിടുത്തെ ഈ താജ്മഹലിലാണ്. താജ്മഹൽ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ ഏതാണ്ട് 4-5 തവണ അവിടെ പോയിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ റവന്യൂ അവിടെ കിട്ടുന്നതാണ് ഇത്, കച്ചവടം അവിടെ നടക്കുന്നത്, ആ നാട് ജീവിക്കുന്നത് താജ്മഹൽ കൊണ്ടാണ്. അത് പോയിക്കോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഷാജഹാൻ ചക്രവർത്തിക്ക് ഒരു വെളിപാട് കൂടെ ഉണ്ടായി. ഇനി ഇതിപ്പോൾ വെളുത്ത താജ്മഹലാണ്, ഇനി ഇതേപോലെ യമുനയുടെ മറുകരയിൽ ഒരു കറുത്ത താജ്മഹൽ നിർമ്മിക്കണം. അപ്പോൾ ഈ ട്രഷറിയിൽ നിന്നാണ് സ്റ്റേറ്റ് ഖജന, അതായത് ആ രാജ്യത്തിൻ്റെ ഖജനാമി എന്നുള്ള പണമാണ് എടുത്ത് ഈ ധൂർത്തടിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യാസ്നേഹത്തിന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അദ്ദേഹം കറുത്ത താജ്മഹൽ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. കറുത്ത മാർബിൾ ഇറക്കാൻ വെറുതെ ഒന്നുമല്ല, അത് മുതലേ. എന്നിട്ട് അതിൻ്റെ യഥാർത്ഥ അതിൻ്റെ ബേസ്മെൻറ്റ് വരെ പണി തീർത്തു, തറപണി കഴിഞ്ഞാണ്. അതിപ്പോൾ നമ്മളവിടെ പോയാൽ കാണാം. അങ്ങനെ ആയപ്പോൾ ഔറംഗസീബ് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, ഇയാളെ പിടിച്ച് അനങ്ങാതെ അങ്ങ് പൂട്ടിയിട്ടു, പറഞ്ഞ് ഇവിടെ കിടന്നാൽ മതി. എന്നിട്ട് അയാൾ കിടക്കുന്ന മുറി കിടന്നുകൊണ്ട് അയാൾക്ക് ഈ താജ്മഹൽ കാണണമല്ലോ, അത് കണ്ടുകൊണ്ട് കിടക്കാം, അത് കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ചെയ്തു. അങ്ങനെ പിതാവിനെ അറസ്റ്റ് ചെയ്തത് അത് ജയിലിലിട്ട് എന്നുള്ള ഒരു കാരണത്താലാണ് ഔറംഗസീബിനോടുള്ള വെറുപ്പ്. ഇത് യഥാർത്ഥത്തിൽ ഔറംഗസീബ് ചെയ്തത് നല്ല കാര്യമല്ലേ? സർക്കാരിൻ്റെ ഖജനാവാണ് ഈ മുടിക്കുന്നത്, അത് ജനങ്ങളുടെ പണമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു. പിന്നെ ഔറംഗസീബ് അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം ഈ സർക്കാർ ഖജനാവിലെ 1 രൂപ പോലും അദ്ദേഹം ചെലവിനെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചെലവെന്ന് പറയുന്നത് ഖുറാൻ പകർത്തി എഴുതുക, അതുപോലെ വിറക് കയറി കൊടുക്കുക, ഇതിൽ നിന്നൊക്കെ ഉള്ള വരുമാനം കൊണ്ട് തന്നെ ജോലി ചെയ്താണ്
അദ്ദേഹത്തിന്റെ ചെലവ് അദ്ദേഹം കഴിച്ചത്. 1 രൂപ പോലും ആ രാജാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഖജനാവിൽ നിന്ന് എടുത്തിട്ടില്ല. ഇത് മാത്രമല്ല, പിന്നെ വേറെ ഉള്ള ഒരു 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 സംഭവം എന്ന് പറയുന്നത്, അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കവറടക്കാനുള്ള ചെലവ് കേട്ടോ, അതുപോലും അദ്ദേഹം സംഭരിച്ചു വെച്ചിട്ടാണ്, അദ്ദേഹത്തിന് ജോലി ചെയ്ത ഇതിൽ നിന്ന് സംഭരിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഇപ്പൊ അയാളൊരു മോശക്കാരനാണെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഇത് ഞാൻ പറഞ്ഞ ചരിത്രമാണ്. പിന്നെ ഇത് ഒരുപാട് ഡിസ്റ്റോർട്ടഡ് വേർഷൻ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളങ്ങോട്ട് എന്താ പറഞ്ഞു കളയും, അത് ഔറംഗസീബ് 4000 പെണ്ണുങ്ങളെ, രജത്ര സ്ത്രീകളെ കൊണ്ട് അടച്ചിട്ടിരുന്നാണ് ഇവിടെ അദ്ദേഹം. ഈ ഒരുപാട് മുഗൾ ചക്രവർത്തിമാരെ കുറിച്ച് ഈ ആക്ഷേപമുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് അക്ബർ വലിയ ചക്രവർത്തിയായിരുന്നു, പക്ഷേ മതമൈത്രി നിലനിർത്താൻ വേണ്ടി എന്ന് പറഞ്ഞതും ഇതിന് വേണ്ടി എന്താ ഇതാണെന്ന് അറിയാമോ, അദ്ദേഹം രജപുത്ര സ്ത്രീകളെ ഒരുപാട് പേരെ വിവാഹം കഴിച്ചു. അത് അദ്ദേഹത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് അങ്ങനെ ആ രീതിയിലുള്ള വിവാഹം മൂലം ഈ മതമൈത്രി ഒന്നും ഉണ്ടാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ ഔറംഗസീബിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആശയങ്ങൾ കളവാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇതേപോലെ നാട് നീളെ നടന്ന് പെണ്ണ് കിട്ടിയിട്ടില്ല. അത് മനസ്സിലാക്കണം. ഇനി ഇത് ഞാൻ പറയാൻ പോയതുകൊണ്ട് ഔറംഗസീബിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഔറംഗസീബിനെ കുറിച്ച് നല്ല അഭിപ്രായം എനിക്ക് അറിയാവുള്ളൂ. ഞാൻ ഒരുപാട് വായിച്ചത് ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വായിക്കുന്നവർക്ക് മനസ്സിലാവും. എല്ലാ മുഗൾ ചക്രവർത്തിമാരും നല്ലവരെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ലവരൊന്നും അല്ല. ഇതേപോലെ വൃത്തികേട് കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഷാജഹാൻ ചക്രവർത്തി പണമെടുത്ത് ദൂർത്തടിച്ചു, പക്ഷേ അതൊരു നന്മയായി അദ്ദേഹം അന്ന് ഉദ്ദേശിച്ച് ചെയ്തല്ലെങ്കിൽ പോലും വലിയൊരു നന്മയായിട്ട് മാറി ആ നാട്ടിൻ്റെ. അതങ്ങ് പറ്റിപ്പോയതാണ്, അല്ലാതെ അത് നന്മയാവാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഭാര്യയോടുള്ള സ്നേഹം കാണിച്ചാണ്. ഭാര്യയോടുള്ള സ്നേഹമാണോ നാട്ടുകാരുടെ പണം എടുത്ത് മുടക്കേണ്ടത്? ഇതുപോലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണേണ്ടത്. പക്ഷേ ഔറംഗസീബ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. അദ്ദേഹം യഥാർത്ഥ ഒരു ഇസ്ലാമിക ഭക്തനായിരുന്നു. ഖുറാനൊക്കെ പകർത്തി എഴുതുക, ഇതൊക്കെയാണ് അദ്ദേഹം. അതേപോലെ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് പേർഷ്യൻ ഭാഷയിലേക്ക് രാമായണം വരെ വിവർത്തനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങേരെ ഒരു മതഭ്രാന്തനും ഒന്നുമല്ല. പക്ഷേ അതുകൊണ്ട് അയാളെക്കുറിച്ച് നല്ലതിന് പറഞ്ഞതിന് എന്നെ തെറി വിളിച്ചാൽ എനിക്കൊന്നുമില്ല, ചീത്ത കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ പണിയുണ്ടല്ലോ, ഇതൊക്കെ വീണ്ടും വീണ്ടും വിഭാഗീയത ക്ഷണിച്ചു വരുത്താൻ മാത്രമേ ഉതകത്തുള്ളൂ. വർഗീയ വിദ്വേഷം കുത്തിവെക്കരുത്. കുത്തിവെച്ചാൽ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ മണിപ്പൂർ കാണണം, ഓർക്കണം.